ഹലോ നമസ്തേ, കഫ്ലൂസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എന്തിനാണ്? ബാലന്റെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഇന്നലെയാണ് നമ്മൾ കണ്ടത്. ഇന്നലെയാണ് നമ്മുടെ ഒരു മൈക്ക് അടിച്ചു ഏതാണ് ഇങ്ങനെ പോകുന്നത്, വേറെ ഒന്നുമല്ല. ബാലനില് കുറച്ച് ഏറ്റവും അവസാനം ഒരു ഹിഡൻ ഡീറ്റെയിൽ ഉണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചാന്ന് അറിഞ്ഞൂടാ, നമ്മൾ ശ്രദ്ധിച്ച സ്പോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. സ്പോയിലറാണ്. ആദ്യമേ പറയാം, പടം കാണാത്തവർ ദയവ് ചെയ്ത് ഇത് കാണരുത്. പടം കണ്ടവര് മാത്രം വീഡിയോ കാണാം. അത് നമ്മൾ പറയാൻ പോകുന്ന വെച്ചാൽ ആദ്യം ബാലനെ പറ്റി പറയാം. എന്താണ് ബാലൻ, എങ്ങനെ ഉണ്ടായിരുന്നു? ബാലൻ അടിപൊളി പടം വരുന്നു. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. സാധാരണ ഞാൻ കേട്ടത് ലാഗ് ഉണ്ടെന്നാണ്, പടത്തിൽ ഒരു അവാർഡ് പടം എന്നാണ്. പക്ഷെ ഇത് അവാർഡ് പടം അല്ല, ഇത് വേറൊരു ഐക്കോണിക് സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഏറ്റവും അവസാനം കൈയടിച്ചു. അറിയാതെ നമ്മളിങ്ങനെ ചിദംബരം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ ഏത് പടത്തിനും കൈ അത് തന്നെ സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല. ചിദംബരം ഒന്ന് എഴുതി കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ കൈയടിച്ചു പോകും. ഇപ്പൊ മ്യൂസിക് കൊണ്ടായാലും ചിദംബരം ഒന്ന് എഴുതി കാണിക്കുന്നതിന് മുമ്പ് ഒരു സീനുണ്ട്, അതൊന്നും പറയുന്നില്ല, ഒരു മ്യൂസിക്കോട് കൂടി ഒരു സീക്വൻസ്. അവർ അവാർഡ് പടം മോഡലാണെന്ന് പറഞ്ഞൊന്നും ഇരിക്കരുത്, അങ്ങനെയൊന്നും അല്ല. അത് മലയാളത്തിലെ ഒരു ക്ലാസിക് പടം. അത് തന്നെ കൾട്ട് ക്ലാസിക്, ക്വാളിറ്റി പടം, ഇന്റർനാഷണൽ പടം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇതിനകത്ത് പക്കയാണ്. ഇന്ന ഡിപ്പാർട്ട്മെന്റിനെ എടുത്ത് പറയാൻ പറ്റൂല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിനകത്ത് ബെസ്റ്റ് ആൾക്കാരാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത്. അത് ഗണപതിയുടെ കാസ്റ്റിംഗ്. പക്കയായിരുന്നു. പലരൊക്കെ ആദ്യം ആ പയ്യന്റെ ആദ്യത്തെ പടം ഇല്ലേ, അവനൊക്കെ ചെയ്തു. സുശിശാമിനെ പോലെ സുശിശാം മാത്രം ആദ്യം ശുശെന്ന് കാണിക്കുന്ന നമുക്കൊരു ഫീൽ ആണ്. കൈയടിച്ചു കേട്ടോ. പിന്നെ അതറിയാലോ, നമ്മളിതൊരു എല്ലാവർക്കും അറിയാം, ഒരു ബാലന്റെ കഥയാണ്, ബാലന്റെ ഒരു യാത്രയാണ്. ബാലന്റെ അമ്മയുടെ തമ്മിലുള്ള ഒരു ബന്ധമാണ് അത് കാണിക്കുന്നത്. നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ബാലന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ ടൊവിനോയുടെ ഒരു അത്യുഗ്രൻ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നല്ല അടിപൊളിയായിട്ട് ടൊവിനോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാലന്റെ നമ്മൾ പറഞ്ഞ ഹിഡൻ ഡീറ്റെയിലിങ്ങിലോട്ട് പോവാം, എന്താണെന്ന്. അതാണ് മെയിൻ കാര്യം. അപ്പൊ എന്തോന്നാണ് ഹിഡൻ ഡീറ്റെയിൽ? അത് ഈ ക്ലൈമാക്സില് എല്ലാരും കണ്ടു കാണും, ടൊവിനോയുടെ ഹാൻഡ് കഫ് അണിയുന്നത് ടൊവിനോയ്ക്ക് ആയിരുന്നു നമ്മുടെ ജൂനിയർ ലാല്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലൻ, അത് മൂത്ത് വളർന്നിട്ടുള്ള ബാലൻ അതിനുശേഷം ആ ലാലിനെ പോയി ഇടിക്കുന്നുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ തട്ടി ഇങ്ങനെ പോകും. അതായത് ടൊവിനോനെ ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് അപ്പൊ ടൊവിനോ ഇങ്ങനെ ചോദിക്കും, നിനക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തുകൂടെ, അങ്ങനെ ചോദിക്കണ ഒരു സീൻ. അതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഇവനെ ലാലിനെ പോയി ഇടിച്ചിട്ടാണ് നേരെ ടൊവിനോ അടുത്ത് പോയി നിന്ന് എന്തോ കയ്യിൽ ഇങ്ങനെ സംസാരിക്കുന്നു, കൈ പിടിച്ചിട്ട്. അത് അവിടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിന്തിക്കാം. ഇപ്പൊ നമ്മളെ പോലീസുകാരൻ, അതായത് പവിത്രന്റെ കയ്യിൽ നിന്ന് ഹാൻഡ് കഫിന്റെ കീ തട്ടി മാറ്റിയിട്ട്, എന്തായാലും ഈ ബാലൻ പഠിച്ച കള്ളനാണ്, ടൊവിനോയുടെ കൂടെ നിന്ന് തുറക്കാനൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോഴാണ് പയ്യന ചതി മനസ്സിലായത്. അപ്പൊ ടൊവിനോ ആണ് നല്ലൊരു വ്യക്തി എന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഈ തട്ടി അങ്ങ് പോയി, സോറി സാറേ എന്ന് പറഞ്ഞിട്ട്. അതെ, അപ്പൊ മിക്കവാറും ഹാൻഡ് കഫ് എടുത്ത് നേരെ ടൊവിനോടെ കൊണ്ട് കൊടുത്തതായിരിക്കാം. അതിനുശേഷം ടൊവിനോ പറയാനുണ്ട്, അമ്മയ്ക്ക് വേണ്ടിയല്ലടാ, കുഴപ്പമില്ലടാ പറഞ്ഞ് കൂളായിട്ടാണ് പോകുന്നത്. അപ്പൊ മേ ബി കൊടുത്തു കാണും രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ്. അതെ, ഇങ്ങനെ ഒരു തോട്ടും കൂടെ അതിന്റെ ഇടയിലുണ്ട്. ചിലപ്പം അതിന് വേണ്ടിട്ടായിരിക്കും ഹാൻഡ് കഫ് അണിയിക്കുന്ന സീൻ നമ്മളെ ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. ഹാൻഡ് കഫ് അണിയടാന്ന് പറഞ്ഞാൽ ബാല അകത്ത് വന്നിട്ട് ടൊവിനോയുടെ അടുത്ത് ഈ കാര്യം സംസാരിച്ചിട്ട് പിന്നെ ടൊവിനോ പറയാനുണ്ട്, ചുറ്റും വളഞ്ഞു കാണും, ഇനി രക്ഷപ്പെടാനൊന്നും പറ്റൂല. വെളി ഇറങ്ങുമ്പോ തന്നെ ഹാൻഡ് കഫ് വെക്കുകയാണ്. അതിനുശേഷമാണ് ഈ തട്ടിൽ തട്ടണത്. അപ്പം ഒരു പോസിബിലിറ്റിയാണ്, നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഇങ്ങനെ കൊടുത്ത് കാണാം. അങ്ങനെ ആയിരിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് വേണം, ഇപ്പം ടൊവിനോ ട്രെയിൻ ചെയ്ത പയ്യനാണത്. അവന്മാര് മറ്റേ ബാങ്ക് വരെ മോഷ്ടിക്കുന്നുണ്ട്. അവനെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു ചീള് കേസാണ്. അത് മറ്റേ പൂട്ട് തുറക്കാൻ പഠിപ്പിക്കുന്ന സീന് കാണിക്കുന്നുണ്ട്, കുറച്ച് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കലി വന്നതായിരിക്കും. അതാണ്. പിന്നെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കുറച്ച് ട്വിസ്റ്റ് ഒക്കെ ക്ലൈമാക്സിലുണ്ട്. അതിനെ പറ്റി ഒന്നും പറയണ്ട. ഇത് അത് തന്നെ, ഇതിപ്പോ സിനിമ കണ്ടവര് മാത്രമേ നമ്മളെ ഈ വീഡിയോ കാണുള്ളൂ. എങ്കിൽ പോലും ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം നമ്മൾ സ്പോട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. ഇങ്ങനെ ആയിരിക്കാം, പലർക്കും തോന്നിയിട്ടുണ്ടാവാം, തോന്നിട്ടില്ലായിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചൊരു കാര്യം. ഓക്കെ, പിന്നെന്താണ്? പിന്നെ സിനിമേനെ പറ്റി, സിനിമേനെ ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചിദംബരത്തെ പറ്റി തന്നെ പറയാതെ പോകാൻ പറ്റുള്ളൂ. നമ്മളെ ചിദംബരത്തിന്റെ ആദ്യത്തെ സിനിമ ജാനേമൻ, അതാണെങ്കിൽ ഒരു കോമഡി, ഡാർക്ക് കോമഡിയും പോലെയാണ് പോകുന്നത്. പക്ഷെ പുള്ളിയുടെ എല്ലാ പടവും ഒന്നിനൊന്നും മെച്ചം. അതെ, രണ്ടാമത്തത് ഒരു സർവൈവൽ ത്രില്ലർ. സർവൈവൽ ത്രില്ലർ ആണ്. ഇപ്പം എന്താണ്, ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെ എടാ, പക്ഷെ വെക്കേഷന് ഇങ്ങനത്തെ സിനിമ ചൂസ് ചെയ്യാൻ സാധ്യത കുറവാണ് ഈ ഫാമിലീസേ. പക്ഷെ ഫാമിലിക്ക് പറ്റിയ സിനിമയാണ്. ഇപ്പൊ ദൃശ്യമൊക്കെ അങ്ങനെ വരണ സമയത്ത് സ്വാഭാവികമായിട്ട് ആൾക്കാർ അങ്ങോട്ടല്ലേ പോവുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള
പക്ഷെ ഇത് നല്ല പടമാണ്. അങ്ങനെയൊക്കെ വരുമ്പോ അതിന്റെ കൂട്ടത്തിൽ ഇറക്കാതിരിക്കണേ നല്ലത്, സെപ്പറേറ്റ് ഇറക്കിയാൽ നല്ല. ഈ സിനിമാറ്റോഗ്രാഫിക്ക് എടുത്ത് തന്നെ പറയണം. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ബാലൻസ് സിനിമയെ പറ്റി പറയാനുള്ളത്. കണ്ടിട്ടില്ലാത്തവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുക, ഒരിക്കലും മിസ് ചെയ്യാതെ ഇതുപോലൊരു പടം തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അതാണ് അതിന്റെ ഒരു മാജിക്. എല്ലാരും പോയി കാണുക. അപ്പം ഓക്കെ, അത്രേ ഉള്ളു. അപ്പൊ പുതിയ സിനിമാറ്റിക് വിശേഷങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി കപ്ലിക്സ് ഉടനെ വരും. അൻറ്റിൽ ദെൻ ലൈൻ കട്ട്.